ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലാണ്. എന്താ പരിപാടി വിചാരിച്ചാല് നമ്മളെ കെട്ടിയ തേങ്ങ ഉണ്ട് കേട്ടോ അവിടെ. സമയം 7 മണി. ചോറിനില്ല അപ്പൊ പിന്നെന്താ ചോറുള്ളതാണ്. അമ്മായി മാവാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഒന്നല്ല ചായക്കടി പുട്ടുപൊടി വാങ്ങാൻ വന്നിട്ട് പൊറാട്ടേക്ക് വന്ന് പുട്ടുപൊടി വാങ്ങാൻ പറഞ്ഞിട്ട് പൊറാട്ടേറ്റ് വന്നു എന്നോട് പറയാൻ പറഞ്ഞു. അതാണ് സത്യം. ഇന്ന് രാവിലെ വെച്ചപ്പോ തന്നെ പൊറാട്ട കൊറേ ദിവസമായി വാങ്ങിട്ട്. വന്നിട്ട് വാങ്ങിയിട്ടില്ല. ഒരട്ടം വാങ്ങിയോ? ഇപ്രാവശ്യം വന്നിട്ട് വാങ്ങിയിട്ടില്ല. അപ്പൊ പൊറാട്ട വാങ്ങാൻ വിചാരിച്ചു. ഞാൻ പൊറാട്ടക്ക് ഇവിടെ മീൻകറി ഉണ്ടാവും വിചാരിച്ചു. മീൻകറി കഴിഞ്ഞു നേരത്തെ. ഇന്നലെ നിങ്ങൾക്ക് എന്തേന് കറി? ചോറിന് മിഞ്ഞാന്നാണല്ലേ സൂര്യ ഇത് പീടിന്ന് വിളിച്ചിട്ട് ഇവിടെ മീൻകറി ഉണ്ട്. മീൻകറിയാണ് പൊറോട്ടക്ക് നമുക്ക് ആരാം. ആ പൊറാട്ട നിങ്ങൾ അന്ന് തിന്നില്ലേ പെരുന്തമണ്ണ പോയെന്ന്? അത് ഹോട്ടലിൽ അങ്ങനെ. അപ്പൊ ഇത് വെണ്ടക്ക കറിക്കുള്ള ഇതാണ്. വെണ്ടക്ക ഇവിടെ അരിഞ്ഞ് വെച്ചേക്കണേ. ഇത് മറ്റേ ഉപ്പേരിക്കുള്ള ചെറുള്ളി കേട്ടോ. ഉപ്പേരിക്ക് ഇവിടെ അരിഞ്ഞ് വെച്ചേക്കണേ. ഇത് മറ്റേ ഉള്ളിന്റെ വേസ്റ്റും കാര്യമൊക്കെയാണ്. ഇത് ഒഴിവാക്കാണ്ട്. അതെന്താ പരിപാടി വിചാരിച്ചാല് നമ്മക്കൊരു ഇച്ചിട്ടോ അരിക്കുത്തിന്റെ പരിപാടി ഉണ്ട്. ചെറിയാപ്പൂന്റെ കസിന്റെ. അപ്പൊ കുറച്ച് കഴിഞ്ഞാല് ചോറും കൂട്ടാനൊക്കെ ഇതാക്കി വെച്ചിട്ട് അപ്പൊ അടുത്ത മാസം 9-ാം തീയതി കല്യാണം. അപ്പൊ അതിന്റെ അരിക്കുത്തിന്റെ പരിപാടി ഉണ്ട്. ബ്രൈഡ് ടു ബി കഴിഞ്ഞു. ഞാൻ അരിക്കത്തുള്ളൂ. ഇമ്മ വ്യായാമത്തിന് കേട്ടോ. എക്സസൈസ്. പിന്നെ ചായ ഇവിടെ ആയി. എന്നിട്ട് അത് ചായ കുടിച്ചിട്ടുണ്ടാക്ക. ഉച്ചക്കൊക്കിനാണ് ചെറിയ അപ്പൊ അത്. അയ്യോ, കറിക്കുള്ള തേങ്ങയാണ്. അത്ര പോരെ? കുറച്ചുകൂടി ആണ്. എന്താണ് ചാടാത്തോയി? തേങ്ങ ഇട്ടാ പിന്നെ ടേസ്റ്റ് ഒന്നും അറിയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂല്ലേ എങ്ങനെ ഉണ്ടാക്കിയാലും. നിങ്ങൾ ഉണ്ടാക്കണോ? ഞാൻ എന്നിട്ട് അഡ്ജസ്റ്റ് ആവുണ്ടാവട്ടെ. ഞങ്ങളെ ഗൾഫിലുണ്ടായപ്പോ അങ്ങനെ എല്ലാരും പറയുന്നത്. തേങ്ങ അരച്ച് പറഞ്ഞതാണ്. അപ്പൊ ചെറിയ അപ്പൊ ഉച്ചക്കൊക്കെ തിന്നണം, രാത്രിക്കൊക്കെ തിന്നണം ഒക്കെ വേണ്ടേ? ഞാൻ വെണ്ടക്കിട്ട് വെള്ളം വാർന്ന തുള്ളി മുളകും പൊടി ഇട്ട് തരാം. തിന്നോ? നല്ല മോഡല് ചെണ്ടലാണ്. ചെണ്ടാനൊന്നും അറിയാത്തോല് യൂട്യൂബിലൊക്കെ കണ്ടോളിട്ടോ. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങണം. ഇത് അവസാനിക്കുന്നത് എവിടെയാണുള്ളതാണ് നമുക്ക് പ്രശ്നം. അങ്ങനെയൊന്നല്ല ചെണ്ട് നോക്കിയത് ഞാൻ ചെയ്തു തരുന്ന എനിക്ക് വലിയ എന്തോ കാര്യം. അങ്ങനെയല്ല അതല്ല നിങ്ങള് ചെണ്ടലിന് വന്നപ്പോ പറഞ്ഞാണോ? വട്ടം തിരിക്കാണ്. ഭൂമി ഭ്രമണം ചെയ്യൂലേ? അതല്ലടാ, ഇവിടെ കഴിഞ്ഞ പിന്നെ ഉള്ളിക്ക് എടുത്തൂടെ? ഇത് ഫുള്ളായിരുന്നോ? കുറച്ചും പാടെ മതി. തേങ്ങ വറുത്തരക്കാനാവും. എന്താ കറിയില്ലേ? ഭർത്ത ഒക്കെ ആയി. ഭർത്തരക്കാനാണ്. ഇങ്ങോട്ട് നോക്കിക്ക. അപ്പൊ നമ്മളെ ആള് തേങ്ങ എന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട. തേങ്ങ നഷ്ട കച്ചവടമല്ല, തേങ്ങ ഫുള്ള് നിലത്ത് മറ്റോടത്ത് കൂടിയ കുറച്ചും കൂടി ഒന്നും ആക്കൂല. നമ്മളെ ചെറിയൊരു ഡൗട്ടാട്ടോ. നമ്മളേതൊരു പാട ഏരിയ ആയതുകൊണ്ട് പിന്നെ കിണറിന് ചെറിയൊരു പ്രശ്നം ഇടക്കിടക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴൊന്നും കിണറിന് പ്രശ്നമില്ല ഇനി. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിണറിന് ഇപ്പോൾ ക്ലിയർ ആട്ടോ. ഈ തൊട്ടിട്ട് ആട്ടിയോണ്ട് ക്ലിയർ ആണ്. ഇടക്ക് പിന്നെ ഇടക്കൊരു മേലെ കൊയ്പ്പ് മാറി ഇങ്ങനെ വരും. പച്ചപ്പായല് അല്ലെങ്കിൽ പിന്നെ കറുത്ത കളറോ കുടിച്ചാൻ പറ്റാത്ത വിധം. ഇപ്പൊ 4 ദിവസം മുന്നേ നമ്മള്
വൈദ്യരുടെ അടുത്തുനിന്ന് പിന്നെ ഇത് വാങ്ങിയിരുന്നു. ആ കല്ല് പണ്ട് ഷേവൊക്കെ ചെയ്ത് കഴിയുമ്പോ നമ്മള് ഒരു വെള്ളക്കല്ല് കല്ലിങ്ങനെ തേക്കൂലേ, ആ സാധനം ഇട്ട് കണ്ട് ഇതിലിട്ടു. അതിന്റെ ശേഷം ചെറിയൊരു മാറ്റം ഉണ്ട് തോന്നണ്, അറിയില്ല, ഇനി 2 ദിവസം കഴിഞ്ഞാലേ അറിയാം. ഇപ്പൊ ഇങ്ങനെ ഈ നേരെയുള്ള അതൊക്കെ മാറിയിരിക്കണം. ഇതിന്റെ ഏകദേശം ഒരു നീല കളർ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാല് നല്ല നീല രീതിയിൽ കളർ മാതിരി വരും. ഇങ്ങനെ വരുന്നുണ്ടോ കേട്ടോ, ആ സാധനം ഇട്ടാല് പിന്നെ അങ്ങനെ വരൂലെന്നൊക്കെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് നോക്കിയത്. നമ്മളോട് പിന്നെ നമ്മളെ സുഹൃത്തൊക്കെ ഇങ്ങനെ ഇടാൻ പറഞ്ഞു. ഞാൻ അതിന്റെ കാര്യമൊക്കെ സുഹൃത്തോ അല്ല കേട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇട്ട് നോക്കിയിട്ട് ഇപ്പൊ ചെറിയ മാറ്റം കാണാണ്ട്. അപ്പൊ ഇനി 2 ദിവസം കഴിഞ്ഞാൽ അറിയാം ഇത് അങ്ങനെ മാറിയതാണോ വെറുതെ മാറിയതാണോ എന്നുള്ളത്. മഴ പെയ്താ ക്ലീൻ ആവട്ടോ. ഉഷാറായി. ഈ നെറ്റ് കെട്ടാന്ന് പറഞ്ഞ നെറ്റ് കെട്ടിനതാണ്. ഇവിടെ പിന്നെ ഒന്നും ബുക്കാല്ല കിണറ്റിക്ക്, അതുകൊണ്ട് പിന്നെ നെറ്റ് ഉള്ളത് ഊരിട്ടത്. നെറ്റ് കെട്ടിയിട്ട് അതിലാറ് വൃത്തിയേടാവുക, വെയില് തട്ടാതെ. തട്ടായിട്ടാണെന്നൊക്കെ പറയണ്ടത്, അതെന്താന്ന് പറച്ചാൽ തന്നെ അറിയുള്ളൂ. ഏതായാലും ഇതിന് വേറെ എന്തായാലും പാടത്തുള്ള ഏരിയയിലൊക്കെ ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ്, ഇതിലും വൃത്തിയായിട്ട അവസ്ഥയാണ്. കാരണം പിന്നെ ഇതിന് മറ്റേ നമ്മള് വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്തേന്. അപ്പൊ പാടത്തെ കിണറ്റത്തെ പ്രത്യേകതയാണ്, ചില പെരിയിലൊന്നും തിരുമ്പാൻ പറ്റൂല, മഞ്ഞക്കറ മഞ്ഞക്കറൊക്കെ. ഫസ്റ്റിലൊന്നും ഒരു കുഴപ്പം, ഈ പെരപ്പണി നടക്കുന്ന സമയത്തൊക്കെ ഒരു പ്രശ്നമല്ലായിരുന്നു, ഉഷാറിനുള്ള എല്ലാരും കണ്ടിട്ട് പറഞ്ഞു ചെയ്തിന്. ആദ്യമായിട്ടാണ് പാടത്ത് നല്ലൊരു വെള്ളം കാണുന്നത്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ, ആ പെരിയില് മുന്നത്തെ പെരിയത്തെ കാണാൻ അല്ല ചെറിയ കിണറ് പറയും പറ്റും. മറ്റേ ഒരട്ടം ഞാൻ തേകിക്കണത് കുളിക്കലിന് മുമ്പ് ഒരട്ടം നമ്മളെ ചെങ്ങായി ചെക്കന്മാരും വന്നിട്ട് കിണറ് പണിക്കാരനാണ്, ചെക്കന്മാരൊക്കെ വന്നിട്ട് തേകിക്കണം. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ എങ്ങനെയായിരുന്നു ഞാൻ യാസീനൊക്കെ ബലൊക്കെയാണ് തേകിക്കണത്. അതുകൊണ്ടേ കാരണം അങ്ങനെ ഏതായാലും ഇപ്പൊ വെള്ളം കുഴപ്പമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാല് പിന്നെ അതേമാതിരി ഇങ്ങനെ ചെലപ്പോ വരും. സാനിറ്റൈസേഷൻ ശേഷം വന്നിട്ടില്ല, നമുക്കത് നോക്കണം. അതാണത്. ഇപ്പൊ ഈ പച്ചപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്, നിങ്ങൾ ക്യാമറയില് കാണൂല. അതായത് നമുക്ക് അതിന് വല്ല ഐഡിയയും ട്രിക്കുകളൊക്കെ ഉണ്ടോ നോക്കിട്ട് നിങ്ങള്. അപ്പൊ ചെറിയപ്പ ചോദിച്ച ട്രിക്ക് എല്ലാരും ഒന്ന് പറഞ്ഞു. ചെറിയപ്പന് കുടിവെള്ള പ്രശ്നം. ഇപ്പൊ തിളപ്പിച്ചാതെ കുടിച്ചാലല്ലോ ഓടുന്ന വെള്ളം. തിളപ്പിച്ചാലാണ് ഒരു കുടിച്ചേക്കും. കാരണം ടെസ്റ്റ് ചെയ്തപ്പോ ബാക്ടീരിയയും കാര്യം അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഇപ്പൊ പൊതുവെ നമ്മളെ ഇവിടുന്ന് തിളപ്പിച്ചാത്ത വെള്ളം കുടിക്കലില്ല. നമ്മളെ ഗ്രൗണ്ടിലൊക്കെ ഉണ്ട് നല്ല സൂപ്പർ വെള്ളമാണത്. പച്ചവെള്ളം കുടിച്ചാൽ അത്രയാണ്. പക്ഷെ ഇപ്പൊ അവിടുന്ന് കുടിക്കാൻ പേടിയാണ്. ഇപ്പത്തെ കാലം അങ്ങനെയല്ലേ, എന്ത് കുടിച്ചാലും അസുഖം ബാക്ടീരിയ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കില്ല. പിന്നെ അതേമാതിരി ഇന്നലത്തെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഉപ്പാന്റെ അസുഖത്തെ പറ്റി ഞങ്ങളൊരു വീഡിയോ ഇട്ടീനി. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് കുറെ ആൾക്കാരില്ലേ ഇന്നലെ ഒരുപാട് ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് മെസ്സേജ് അയച്ചു. അതേമാതിരി നമ്മള് ഒരു നമ്പർ കൊടുത്തിരുന്നു, വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ. അതിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, ഇങ്ങനെ സ്ഥലം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാര്. ഇന്നലെ മൈരുപണ്ട് കഴിഞ്ഞിട്ട് ഫുള്ള് ഫോൺ വിളിച്ച് അത്ഭുതമായിട്ടത് സംഗതി. പക്ഷെ ആൾക്കാരെ പിന്നെ ഇങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് മെയിന്. ഞങ്ങള് കാരണം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് മെസ്സേജ് ആണ്. ഞങ്ങള് റിപ്ലൈ തരുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല, വെറുതെ ഇട്ടിടുകയാണ്. കാരണം ഞങ്ങള് റിപ്ലൈ തരൂലെന്നുള്ളൊരു എന്താ പറയാ, ഓല് തരുമോ. നമ്മള് മെസ്സേജ് കിട്ടാൻ കാത്തിക്കാണ് റിപ്ലൈ കൊടുക്കാന്. അത് വേറെ സത്യം. പിന്നെ എന്നിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു, ഇവിടെ ഇങ്ങനെ ഡോക്ടർ ഉണ്ട് അവിടെ. പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ ഉസ്താദ്മാരെ പറഞ്ഞു തന്നു, കുറെ ആൾക്കാർ ഡോക്ടർമാരെ പറഞ്ഞു തന്നു. ഈ 2 സംഗതി നമ്മൾ ഒരുപാട് നോക്കിയതുമാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഡോക്ടർമാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. വേറെ ഡോക്ടർ പറഞ്ഞിട്ട് എന്തായാലും വേറെ ഡോക്ടർ പേര് പറഞ്ഞു. ഇനി വിളിച്ചാൽ അവിടെ ഒന്ന് പോയോക്കണം. പിന്നെ എല്ലാ വഴിയിലും നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ആത്മീയമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കുറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കണില്ലേ. ആ വഴി 2 വഴി നമ്മൾ നോക്കിക്കണേ. ഏത് വഴി നമ്മൾ നോക്കാന്നില്ല. നമ്മളെ അതിന് വേണ്ടി മടിച്ചിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കണം. പക്ഷെ എവിടെ നമുക്ക് റിസൾട്ട് പോസിറ്റീവായി കിട്ടിയില്ല. പക്ഷെ ഇൻഷാല്ലാ ചിലപ്പോൾ കിട്ടുക കാരണം ഇനി പറയാൻ പറ്റൂല. പിന്നെ ഇനി ഭാവിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ എപ്പോഴത് കുറെ പരീക്ഷിക്കപ്പെട്ടിട്ടാണല്ലോ പിന്നൊരു മുന്നിക്കൊരു നമുക്കൊരു വെളിച്ചം ഉണ്ടാകുക. അപ്പൊ ഏതായാലും പിന്നെ മെസ്സേജ് അയച്ചോൽക്കും പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നോൽക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറേ കമന്റ് ഉണ്ട് കേട്ടോ. ഫുള്ള് കമന്റ് എത്ര വലിപ്പല്ല കമന്റുകളാണ്. ഒക്കെ ഞങ്ങൾ റീഡ് ചെയ്തിക്കണ്, വായിച്ചു നോക്കിയിരിക്കണ്. അപ്പൊ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരു എന്താ പറയാ, 1 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയി അല്ലെങ്കിൽ വാട്സപ്പ് നിങ്ങളെ ടൈം ചെലവാക്കിയല്ലേ ഞങ്ങൾക്ക് ഇത് മെസ്സേജ് അയക്കണേ.
അപ്പൊ ഇനി ഞങ്ങൾക്ക് എല്ലാരോടും നന്ദിയുണ്ട് അല്ലേ? അതന്നെ. വേറെ 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 ഏതായാലും പല ചികിത്സ ഒന്നും എത്തിയിട്ടില്ല. ഇൻഷാല്ലാ നമ്മൾ ഇനിയും പോകുന്നുണ്ട്. വേറെയും ഡോക്ടർമാരത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. പോകണം. നമുക്കങ്ങനെ പിന്നെ നിർത്താൻ പറ്റൂല. എങ്ങനെയെങ്കിലും നമുക്കത് റെഡിയാക്കണം ഇൻഷാല്ലാ. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനൻ്റെ അപ്പുറം വേറൊരു മരുന്നില്ല എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും എപ്പോഴും നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അസുഖം എല്ലാവർക്കും ഇത് മാത്രമല്ല, പല ആൾക്കാരും പല രീതിയിലും കഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മാത്രമല്ല, പുറത്താണെങ്കിലൊക്കെ നമുക്കറിയാലോ. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക. ചെരുപ്പ് മറ്റേ തേക്ക് മ്യൂസിയത്തെ ചില്ലും കൂട്ടിൽ കൊണ്ടുവച്ചിരിക്കണം. നല്ലത് നല്ല ചളി പിടിച്ച് കിടക്കും. ഈ പോലെയാണ് ഇതിന്റെ കളർ. ഇതോടെ വരച്ച് ഇങ്ങനെ ആക്കിച്ചിക്കണ് ഇന്നൊക്കെ മാത്രം. ഇത് ഇട്ടാ ചളിയാവൂല, ഇത് ഇടാ എടുത്തേക്കാൻ പറ്റും. അതല്ല കഥ. ഒന്നുമില്ല ഇട്ടോ. ഇത് നമ്മൾ തിരുമ്പാൽ ഇവിടെ മെഷീനിൽ ഇട്ടേക്കണ. ചെറിയപ്പോ ലിക്വിഡ് കഴിഞ്ഞു. ലിക്വിഡ് കഴിഞ്ഞല്ലേ എന്താ അറിയാ. എന്നിട്ട് ഒരു കൊട്ട കൊണ്ടുവരുമല്ലോ ഇങ്ങോട്ട് തിരുമ്പാന്. അങ്ങനെ നമ്മള് ഇപ്പൊ അടുക്കളയിന്ന് ഉള്ളിൽ കേറി ഇപ്പൊ ചായ കുടിച്ചിരിക്കാണ്. വടക്കണിയോ? അടുക്കള. അങ്ങനെന്താ പറയാലോ, അടുക്കള. നമ്മള് ബോസ് നീച്ചിട്ടില്ല, അവിടെ ഉറങ്ങാണ് കേട്ടോ. 8:10 ഇടക്കൊരു 9 മണി നീച്ചരക്ക് സുബൈക്ക് പൊന്തിക്കോളും. ഇന്ന് രാവിലെ നീച്ചിണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞീനോ? പിച്ചും വേഗ പറഞ്ഞോന് എടുത്താണ് കടത്തിയ. അപ്പൊ ഇനി ചായ കുടിച്ചട്ടെ. സാരി ഇറ്റാനും പോകാനൊക്കെ ഉണ്ട്. ചെറിയ പിന്നെ ആക്കി തരും കുറച്ച് കഴിഞ്ഞാ. പരിപാടിക്കോ? അങ്ങനല്ല, അതിനൊക്കെ പോവുക, പോയിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഞാൻ വണ്ടിമാൻ അങ്ങോട്ട് ആക്കി തരും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. നാളെയാക്ക സിഫ്നി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ വണ്ടി വേണ്ടി വരുന്നു. ആ വണ്ടിയേറ്റോ ഇച്ചൂല. അത് നാളെ അതിന്റെ ഒരു സൈഡത്തെ ബ്രേക്ക് ഇല്ല കേട്ടോ. എന്നിട്ട് സെറീനാത്താൻ്റെ ഓടുന്ന് അന്ന് ഞങ്ങൾ നിന്ന് അലയാക്ക വണ്ടി മാറ്റാൻ വന്നില്ലേ, അവിടെ ജംഷീറിന്റെ പേര് അറിയില്ല നിങ്ങൾക്ക്? ആ വളവില് അത് ഈ സൈഡത്തെ ബ്രേക്കാണ്. ഈ സൈഡത്തെ ബ്രേക്കല്ലേ സ്വാഭാവികമായിട്ട് പിടിച്ച. അതില് ഞാൻ ആദ്യം ആ വളവ് ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് പിടിച്ചില്ല. ആ വല്യമ്മയുടെ പെരീകണ് പോയി. ആ വല്യമ്മ നീച്ച് വരുന്നേ. അവിടെ കാട് തോടാണെങ്കിൽ ഞങ്ങളേക്ക് ചാടീനി. ബ്രേക്കേ അറിയണ സാധനല്ല. ഇത് നിങ്ങള് കജ്ജി കിട്ടുമ്പോ നോക്കിക്കോണ്ടി. ഞാനപ്പോ വീഡിയോ എടുക്കണ്ട കേട്ടോ. ഈ സൈഡ് ബ്രേക്കേ അല്ല, ഈ സൈഡിലാണ് ബ്രേക്ക്. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് ഒരാള് പൊറാട്ട തിന്ന് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ പോണെന്ന് വിചാരിച്ചാല് സാരി ഇട്ടിത്തരാൻ ഇവിടെ ആരുമില്ല. അപ്പൊ താഴെ ചാത്തം കൊണ്ട് പോകണം. അന്ന് സാരി ഇട്ടിട്ട് ഓനെ നഴ്സറിയിലാക്കണം. അപ്പൊ നേരം വൈകിക്കണം, ഞാൻ പോട്ടെ. സാരിയൊക്കെ ചുറ്റിയിട്ട് കാണാം. അങ്ങനെ നമ്മള് സാരിയും കാര്യമൊക്കെ ചുറ്റി കഴിഞ്ഞ് മത്തച്ച വെയിലാണ്. നേരം 10:45. എന്തേ അവ നമ്മളെ മാറ്റി കഴിഞ്ഞ എല്ലാരും അവിടെ എത്തിക്കണ്. അപ്പൊ പോയോക്കട്ടെ. ഞാൻ അവിടുന്ന് വീഡിയോ കാര്യമൊന്നും ഉണ്ടാവൂല. അപ്പൊ പോയോക്കട്ടെ. മനസ്സിലാ മനസ്സമ്മത് അല്ല, മനസ്സോടെ കൊണ്ടാക്കി. ഞാനെങ്ങനെ ഇരിക്കുക നേരെ ഹോട്ടലുണ്ടാവും. അപ്പൊ ഇത് ഏതാ സാരി എന്നറിയോ നിങ്ങക്ക്? ചെറിയപ്പോ ഏതാന്നറിയോ? ഇത് പൊടി ഞാൻ പറയട്ടെ. ഏതാ സാരി? നിങ്ങളെ അമ്മായിമ്മ പാട. അങ്ങനെ പറഞ്ഞാല് അറിയുന്നില്ല. അമ്മായിമ്മ പാട. എന്താ അമ്മായിമ്മ പാട? ആരല്ലേ എന്തിന്? അതും അറിയില്ല. ഇമ്മാന്റെ സാരി അത് എന്റെ അമ്മാന്റെ കല്യാണത്തിന് വാങ്ങി കൊടുക്കുമല്ലോ. മരുവിന്റെ വക, ചെക്കന്റെ പെരക്കാര വക
പെണ്ണിന്റെ അമ്മക്ക് എന്നിട്ട് ഞാൻ എടുത്തോടുത്താണ് ആണോല്ലോ. ഇമ്മ തീരെ എടുത്തിട്ടില്ല, ഞാനാണിത് ഫസ്റ്റ് ടൈം എടുക്കുന്നത്. നല്ല താത്ത കൊണ്ട് പോയി അവിടുത്തെ താത്താനും കൊണ്ട് എടുപ്പിച്ചാണ്. അതാണ് നല്ല രസമുണ്ട്. രസല്ലേ ചുറ്റിയത്? സാരി രസമുണ്ട്. ഞാൻ എടുത്തല്ലോ രസമുണ്ട്, നല്ല രസമുണ്ട്. ഇനി അതിന് സങ്കടപ്പെടണ്ട. അങ്ങനെ നമ്മൾ അരിക്കുത്തും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ നഴ്സറിക്ക് ചൂലായിട്ടൊക്കെ വന്നിക്കുകയാണ്. ഇവിടെ കാട് വൃത്തിയാക്കലും കാര്യമൊക്കെ ഇനി. അപ്പൊ 3 മണിയായി ഓനെ കൊണ്ടുവന്ന്. ഞങ്ങൾ ഏകദേശം 2 മണിയായപ്പോ വന്നതാണ്. ചെറുതായിട്ട് അടിച്ചോലും കാടിട്ടും പരിപാടിയൊക്കെ ഇനി. റോഡൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കണം. വേദോ റോഡൊക്കെ സൂപ്പറായില്ലേ? അപ്പൊ ഇനി പെരി പോട്ടെ, നമുക്ക് പെരിയിലെത്തിയിട്ട് കാണാം. എന്തന്നെ അങ്ങനെ നമ്മളെ നഴ്സറിത്തെ പരിപാടിയും കാര്യൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കൊടുത്തപ്പോ ചായ ഞാൻ പറ്റിച്ചു. ബിസ്ക്കറ്റ് പിന്നെ പാക്കറ്റ് പാക്കറ്റൊക്കെ ഉടച്ചോ അല്ലതോ അത് തിന്നൂലെങ്കിൽ അവിടെ വെച്ചലാ. നിങ്ങൾ ചായ അടിച്ചില്ല, നമ്മളാണ് ചായ ഇങ്ങോട്ട് വാ. സിഡ്നിയും അലിയാക്കയും ഹോസ്പിറ്റലിൽ പോയതാണ്. ഇതിൽ എത്തിയിട്ടില്ല. സ്കാനിങ്ങിന് ഭയങ്കര തിരക്കും കാര്യമൊക്കെയാണ് കാരണം. എന്താ പരിപാടി? എന്താ പറയാനുള്ളത്? മീനിന്റെ കാര്യം പറയാണ്ട്. മീൻ ചത്ത കാര്യം പറയാണ്ട്. ഗൈസ് എന്റെ മീൻ ചത്തു. മീനെങ്ങനെ ചത്തത്? മീനെങ്ങനെ ചത്തത്? ഗോൾഡ് ഫിഷ് ചത്തു. മീനെ ഉറക്കം വന്നപ്പോ ഓനെ പുറത്തേക്ക് ഇരുത്തി ഉറക്കി, അങ്ങനെയാണ് ചത്തത് അല്ലേ? നാല് കൊന്നമാര് കൊന്നിട്ടില്ല. ഇന്ന് വേറെ ചെറുക്കാ കൊന്നത്. വലിയ മീനല്ലേ, മുഞ്ചിനെ പോലെ വലിയ കിണറ്റിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കിണറ്റിലുണ്ട്. പൊടിച്ചാല് ആ കാണ്ടല്ല. ചില ഭാഷകളെ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. മനസ്സിലായിട്ടില്ല. വേറെന്തല്ലേ ഇതെങ്ങനെ മുറിയായത്? അവനെന്താ ഈ മുറി ഇതെങ്ങനെയായത്? ഇത് എങ്ങനെയായത് പറഞ്ഞ തൂണുമ്മ അടിച്ചു എന്നാ പറയണേ അല്ലേ? ഞങ്ങൾ ഒളിച്ചുകളി കഴിച്ചാണ്. അങ്ങനെ വേഗം പോയി ഒറ്റടിയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. അല്ലാതോ കാര്യത്തിൽ കറിയുണ്ട് വേണ്ട. അപ്പൊ ഇനി കാര്യമായിട്ട് പരിപാടിയും കാര്യമൊന്നുമില്ല. ഇങ്ങനെ കുട്ടിക്കും മൈരിഭാവും. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ ചിലപ്പോ 2 ചായ കൂടി പറയും. കാരണം ബിസ്ക്കറ്റ് കുറെ ഉള്ളതുകൊണ്ടേ ചായ ഒരു കപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ 1, 2, 3 കപ്പ് കുടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉമ്മാക്കും വേണ്ടി ചായ. അപ്പൊ ഞാൻ അതിന്റെ ഒപ്പം ഒന്നും കൂടി ഉണ്ടാക്കും. ചായ അങ്ങനെ കുടിച്ചോണ്ട് ഇപ്രാവശ്യം കമ്മിയാണ് ചായ. അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ്? അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. അറിഞ്ഞിട്ടേ പറയാൻ. ഓക്കെ.